നമസ്കാരം. നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല എന്ന് പറയുന്ന ഒരു പഴയ മലയാള ഗാനം പ്രേക്ഷകർ കേട്ട് കാണുമല്ലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്തു കൂടിയായ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകൻ അബ്ജോദ് വർഗീസ്, ഏഷ്യാനെറ്റ് ന്യൂസിലെ കോർഡിനേറ്റിംഗ് എഡിറ്ററാണ് അദ്ദേഹം. അദ്ദേഹം ഇവിടെ നയാ പൈസയില്ല എന്ന് പ്രാസമൊപ്പിച്ചുകൊണ്ട്, ഇവിടെ സർക്കാരിന്റെ അവസ്ഥ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിൽ ചില കാര്യങ്ങൾ വിവരിക്കുകയുണ്ടായി. അതായത് ഇവിടെ ഒന്നിനും നയാ പൈസയില്ല, പക്ഷേ പല കാര്യങ്ങൾക്കും ഇവിടെ നയാ പൈസയല്ല, കോടികൾ ഉണ്ട്. പന്തല് കെട്ടാൻ കിഫ്ബി വഴി 20 കോടി രൂപ. എന്ത് സർക്കാരിന്റെ വർണ്ണനകൾ ജനങ്ങളെ അറിയിക്കാൻ, പ്രത്യേക മീറ്റിങ്ങുകൾ വെക്കാൻ, പ്രത്യേക യോഗങ്ങൾ വെച്ച് ആളുകളെ കൂട്ടി അതിന്റെ കാര്യങ്ങളൊക്കെ എന്റെ കേരളം പദ്ധതിയുടെ ഭാഗമായി, പദ്ധതി എന്ന് പറയാൻ പറ്റില്ല, എന്റെ കേരളം പരിപാടിയുടെ നേരത്തെ നവകേരള സദസ്സും നവകേരള ബസ്സും ഒക്കെ പ്രേക്ഷകർക്ക് ഓർമ്മ കാണുമല്ലോ. എന്ത് ഗുണമുണ്ടായി? പൗരപ്രമുഖരെ കണ്ടു. ആരാണ് പൗരപ്രമുഖർ എന്ന് ഇപ്പോഴും നമുക്കാർക്കും മനസ്സിലായിട്ടില്ല. സമുദായ നേതാക്കളാണോ, കയ്യിൽ പണമുള്ളവരാണോ, സമുദായ നേതാക്കളാണോ, അല്ലെങ്കിൽ വലിയ നാട്ടിലെ വലിയ പ്രമാണിമാരാണോ, വലിയ തറവാട്ടുകാരാണോ പൗരപ്രമുഖർ എന്ന് മനസ്സിലായിട്ടില്ല. അന്ന് പൗരപ്രമുഖർ നാട്ടിലെ സാധാരണക്കാരനാണ്, കൂലിവേല ചെയ്യുന്നവനാണ്, പാവപ്പെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു മാധ്യമത്തിൽ ഞാനൊരു വാർത്ത അന്ന് ചെയ്യുകയും ചെയ്തു. അവരാണ് പൗരപ്രമുഖർ, അല്ലാതെ സമുദായ നേതാക്കളും കോടീശ്വരന്മാരായ ബിസിനസ്സുകാരും വ്യവസായികളും ഒന്നും അല്ല. പക്ഷേ കണ്ടത് അവരെയൊക്കെ തന്നെയാണ്. അവരുമായി ചായ കുടിയായിരുന്നു, പ്രാതൽ കഴിയായിരുന്നു. ഇതിപ്പോൾ മറ്റൊരു മുഖമാണ്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് 10 പൈസ കൊടുക്കാനില്ല, പാവപ്പെട്ടവന് 10 പൈസ കൊടുക്കാനില്ല, അതിനൊന്നും നയാ പൈസയില്ല, കയ്യിൽ നയാ പൈസയില്ല. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നയാ പൈസയില്ല. ആശാ വർക്കർമാർക്ക് 100 രൂപ കൂട്ടിക്കൊടുക്കാൻ പോലും കയ്യിൽ നയാ പൈസയില്ല. അതൊക്കെ കേന്ദ്രം കൊടുക്കണമെന്നാണ് പറയുന്നത്. പാവപ്പെട്ട അംഗനവാടി ടീച്ചർമാർക്ക് കൊടുക്കാൻ, അധ്യാപകർക്ക് കൊടുക്കാൻ കയ്യിൽ നയാ പൈസയില്ല. സ്കൂൾ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞിയും പോഷകാഹാരവും കൊടുക്കാൻ കയ്യിൽ നയാ പൈസയില്ല. പാവപ്പെട്ട കർഷകന് നെല്ല് സംഭരിച്ച് അത് എടുത്തിട്ട് അത് തിരിച്ച് അതിന്റെ വില കൊടുക്കാനുള്ള 10 പൈസ പോലും കയ്യിൽ ഇല്ല. അതായത് കയ്യിൽ നയാ പൈസ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ 20 കോടി മുടക്കി പന്തൽ കെട്ടാനും, കോടികൾ മുടക്കി അലങ്കാരങ്ങൾ പണിയാനും, ഇവിടെ സർക്കാരിന്റെ PR വർക്കുകൾക്കായിട്ട് കോടികളും ലക്ഷങ്ങളും ചെലവഴിച്ച് ആളുകളെ പ്രത്യേകമായി ഡ്യൂട്ടിക്കിട്ട് നിയമിച്ച് പ്രത്യേക പരിപാടി നടത്തി, അതിനുവേണ്ട പ്രത്യേക സൈബർ സെല്ലിനെ രൂപീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം സർക്കാരിനെ പാടിപ്പുകഴ്ത്താൻ, മുഖ്യമന്ത്രിയെ പാടിപ്പുകഴ്ത്താൻ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു. കോടികളുടെ PR വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി നടക്കാൻ പോകുന്നത്. പക്ഷേ ഇനിയും പറയും, കയ്യിൽ നയാ പൈസയില്ല, ഞങ്ങൾക്കൊന്നിനും പൈസയില്ല, 1 രൂപ പോലുമില്ല, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലും പൈസയില്ല. ഈ പൈസയൊക്കെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണമൊക്കെ എവിടെ പോകുന്നു? ഏത് പദ്ധതിക്കായി ചെലവഴിക്കുന്നു? ഈ അടുത്ത കാലത്തെങ്ങാനും ഒരു വലിയ പദ്ധതി സർക്കാരിന്റെ, കേരള സർക്കാരിന്റെ, വിഴിഞ്ഞമൊക്കെ മാറ്റിവെക്കും, അത് കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ എല്ലാവരുടെയും സഹായത്തോടെ ചെയ്യുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ കൂടി നേതൃത്വത്തിൽ ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. വിഴിഞ്ഞത്തായിപ്പോയി എന്നേ ഉള്ളൂ. എന്തൊക്കെ വന്നാലും ശരി, ഇവിടെ പറയത്തക്ക എന്ത് പദ്ധതിയാണ് ഈ അടുത്ത കാലത്ത് നടന്നിരിക്കുന്നത്? കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതി എന്താണ് നടന്നിരിക്കുന്നത്? ഒന്നും നടന്നതായി ഞങ്ങൾക്കറിയില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു നല്ല പദ്ധതിയുടെ പേര് ഏത്? റോഡിൽ ടാറിടലും അതുപോലെ ഹൈമാസ്ക് ലൈറ്റ് സ്ഥാപിക്കലും കുഴിയടക്കലും അല്ലാതെ, പാലം പണി, ചെറിയ പാലത്തിന്റെ അറ്റകുറ്റപ്പണി തീർക്കലും ഒന്നും അല്ലാതെ എന്തൊരു വലിയ പ്രോജക്റ്റാണ്, പദ്ധതിയാണ് കേരള സർക്കാരിന്റെ പേരിൽ ഈ അടുത്ത കാലത്ത് നടന്നിരിക്കുന്നത്? കയ്യിൽ നയാ പൈസയില്ല. പാവപ്പെട്ടവന് കൊടുക്കാൻ, സാധാരണ ജനങ്ങൾക്ക് കൊടുക്കാൻ, അവശത അനുഭവിക്കുന്നവന് കൊടുക്കാൻ, സമരം ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കാൻ കയ്യിൽ നയാ പൈസയില്ല. PSC ചെയർമാന് ലക്ഷങ്ങൾ ശമ്പളം, പിന്നീട് പെൻഷൻ. അംഗങ്ങൾക്കും ലക്ഷങ്ങൾ ശമ്പളം, പിന്നീട് പെൻഷൻ. KM എബ്രഹാമിന് 6 ലക്ഷം രൂപയാണ് ഒരു മാസം കൊടുക്കുന്നത്. വിരമിച്ച ഉദ്യോഗസ്ഥനാണ്. വീണ്ടും അദ്ദേഹത്തിന്റെ ശമ്പളവും ശമ്പള പരിഷ്കരണവും ഒക്കെ അദ്ദേഹത്തിന് തന്നെ നിശ്ചയിക്കാം. ഇവിടെ എല്ലാവർക്കും, ആവശ്യമില്ലാത്തവർക്കൊക്കെ വാരിക്കോരി കൊടുക്കുന്നു. പാവപ്പെട്ടവനും സാധാരണക്കാരനും അർഹതപ്പെട്ടവനും കൊടുക്കാൻ 10 പൈസയില്ല. PR ധൂർത്തിനായി കോടികൾ ചെലവഴിക്കുന്നു. അതിനൊക്കെ പണമുണ്ട്. എവിടുന്നാണ്? കടമെടുക്കുന്നതാണ്. കിഫ്ബി വഴി എന്ന് മുമ്പ് നമ്മുടെ ഐസക് സാർ പറഞ്ഞു കേട്ടതാണ്. അത് ബാലഗോപാൽ മുഖ്യമന്ത്രിയും ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ എന്താണ് കിഫ്ബിയുടെ പദ്ധതികൾ? കിഫ്ബി വഴി ഇവരെന്തൊക്കെ ചെയ്യുന്നു എന്ന് ആർക്കറിയാം? എന്തായാലും കയ്യിൽ നയാ പൈസ ഇല്ല, പക്ഷേ കോടികളുടെ ധൂർത്ത് ഇവിടെ നടക്കുന്നുണ്ട്. PR വർക്ക് നടക്കുന്നുണ്ട്. യഥേഷ്ടം തുടരട്ടെ. പാവപ്പെട്ട ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിച്ച സർക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങളോട് ഇങ്ങനെ തന്നെ വേണം ചെയ്യാൻ. ജനങ്ങൾക്ക് ഒരു ശിക്ഷയാകട്ടെ ഇത്. ഇവരെയൊക്കെ തെരഞ്ഞെടുത്ത് വിട്ടതിന് ഉള്ള ശിക്ഷയാകട്ടെ ഇത്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com
അയൺ ബിൽഡ്, ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.